ഞാൻ രഞ്ജു രാജേഷ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണറാണ്. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 9ാമത്തെ ദിവസമാണെന്ന്. ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മണി മാഗ്നറ്റ് ആണ്. ഈ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് ധാരാളം പണം നമ്മളിലേക്ക് ഒരു കാന്തം പോലെ നമുക്ക് ആകർഷിക്കാനായിട്ട് കഴിയും. അതായത് നമ്മൾ ഒരുപാട് ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്യാറുണ്ടല്ലേ. നമ്മൾ ഈ ബില്ലുകളെല്ലാം സന്തോഷത്തോടെയാണ് പേയ്മെൻറ്റ് ചെയ്യാറുള്ളത്. നമ്മൾ ബില്ലുകൾ വരുമ്പോഴേ ആ ഒരു സർവീസ് ചെയ്യുന്ന സ്ഥാപനത്തെയും എല്ലാം നമ്മൾ കുറ്റം പറയുമല്ലേ. ആ സേവനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. എന്നാലും ബില്ല് വരുമ്പോൾ നമുക്കത് അടയ്ക്കാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് അടച്ചില്ലെങ്കിൽ നമുക്ക് വളരെ വലിയൊരു ബുദ്ധിമുട്ട് പോലെയാണല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അവരുടെ ആ ഒരു സേവനം നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഒരു ബില്ല് വരുന്നതല്ലേ. അപ്പോൾ ആ ഒരു സേവനങ്ങൾ നിലയ്ക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കറണ്ട് ബില്ല് തന്നെ എടുക്കാം. കുറച്ച് നേരമെങ്കിലും നമുക്ക് കറണ്ട് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയുമോ? അതും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പവർ കട്ട് ആയാലും എന്തെങ്കിലും ഒരു അരമണിക്കൂർ വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. എത്ര പ്രാവശ്യം നമ്മൾ KSEBയിൽ വിളിക്കുമല്ലേ, എന്തുകൊണ്ടാണ് കറണ്ട് ഇല്ലാത്തത്, എപ്പോൾ വരുമെന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സേവനം, ഇപ്പോൾ അവരുടെ സേവനം നമ്മൾ യൂസ് ചെയ്തിട്ട് അതിന് ഒരു പകരമാണ് നമ്മൾ ആ ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്യാറുള്ളതല്ലേ. അപ്പോൾ ആ ഒരു നമ്മൾ സേവനത്തോടും ആ ഒരു സ്ഥാപനത്തോടും നമ്മൾ എപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കണം. നമ്മളെ ബില്ലുകൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും നന്ദിയോടെ ആയിരിക്കണം. ആ ഒരു സേവനം നമുക്ക് ലഭിച്ചതിൽ നന്ദിയോടെ ചെയ്യുക, നമ്മൾ ആ ബില്ല് സന്തോഷത്തോടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ആകർഷണ നിയമവും നമ്മുടെ ന്യൂട്ടൻ്റെ 3ാമത്തെ നിയമത്തിൽ ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റെ ഈക്വലും ഓപ്പോസിറ്റുമായൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ആ ഒരു നിയമം അനുസരിച്ച് നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഈക്വലും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തനം നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മളിത് സന്തോഷത്തോടെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു 100 രൂപ പേയ്മെൻറ്റ് ചെയ്യുന്നെങ്കിൽ അത് സന്തോഷത്തോടെയാണ്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദിയോടെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 100 ഇരട്ടിയായിട്ട് തിരികെ ചെയ്യും നമ്മളിലേക്ക് ലഭിക്കും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഏത് ബില്ലായാലും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ല സന്തോഷത്തോടെ പേയ്മെൻറ്റ് ചെയ്യുക, ആ ബില്ലുകൾക്ക് നന്ദി പറയുക. അതിനായിട്ട് ഈ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ബില്ലുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, കറണ്ട് ബില്ല് എന്ത് ബില്ലായാലും മതി, നിങ്ങൾ എടുത്തിട്ട് ഈ ഒരു കാശിന് നന്ദി, അല്ലെങ്കിൽ ഈ ഒരു ബില്ല് എനിക്ക് പേ ചെയ്യാൻ കഴിഞ്ഞതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി, അല്ലെങ്കിൽ യൂണിവേഴ്സിന്, അല്ലെങ്കിൽ ദൈവത്തിന്, നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിന് നന്ദി എന്ന് എഴുതി വയ്ക്കുക. ഈ ഒരു ബില്ല് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞതിന് ഒരു ദൈവത്തിന് നന്ദി എന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് നെക്സ്റ്റ് ടൈം ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ല സന്തോഷത്തോടെ നന്ദിയോടെ നന്ദി പറഞ്ഞുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളിലേക്ക് ഒരുപാട് ധനം വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും.